ഇന്ന് നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഉണ്ണിമധുരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നേന്ത്രപ്പഴവും ബ്രെഡും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് പെട്ടെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലോണം പഴുത്ത 2 പഴം എടുക്കാം. തൊലിയൊക്കെ കറുത്ത് തുടങ്ങിയിട്ടുള്ള പഴം എടുക്കുന്നതാണ് നല്ലത്. കാരണം നമുക്കിത് ബ്രെഡ് ക്രംസുമായിട്ടൊന്ന് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് അമർത്തി ഞെരടി മിക്സ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ നല്ലോണം കുഴഞ്ഞു വരണം, ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് കിടക്കരുത്. അതുകൊണ്ട് അത്രയ്ക്കും പഴുത്ത പഴം എടുക്കുക. പിന്നെ വേണ്ടത് ബ്രെഡാണ്. ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ 6 നമുക്ക് പൊടിച്ചിട്ട് ഈ പഴത്തിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാനുള്ളതാണ്. പിന്നെ ബാക്കി 2 നമുക്ക് നമുക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് ബോളാക്കിയിട്ട് അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം ആദ്യം നമുക്ക് 6 ഒന്ന് പൊടിച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. പിന്നെ 2 പൊടിച്ചിട്ട് വേറൊരു ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ബ്രെഡ് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ തന്നെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം, കീറി അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പൊടിച്ചിട്ട് നമുക്ക് 2 പാത്രത്തിലേക്കായിട്ട് ഇട്ട് വെക്കാം. നമ്മൾ കൂടുതൽ പൊടിച്ചിരിക്കുന്ന ബ്രെഡ് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ, കുഴയ്ക്കാനുള്ളതാണ്. പിന്നെ കോട്ട് ചെയ്തെടുക്കാനുള്ളത് ചെറിയൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി. ഇനി കുറച്ച് കശുവണ്ടി കൂടെ നമുക്കൊന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്കൊരു 15 കശുവണ്ടി ഇടുന്നുണ്ട്. ഒരു കൈപ്പിടി മതി. നടുകയൊന്ന് പൊളിച്ചിട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് നമുക്കിത് നെയ്യിൽ നിന്ന് മാറ്റിയേക്കാം. ഈ നെയ്യ് കളയേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് ഈ ഒരു ഉണ്ണിമധുരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കാം. പഴം നമ്മൾ എടുത്തു വെച്ചത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ 4 കഷ്ണമാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തുള്ള കറുപ്പുണ്ടല്ലോ അതങ്ങ് എടുത്ത് മാറ്റാം. കാരണം നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ കുഴഞ്ഞ് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് മാത്രം അതെടുത്ത് കളയാണ്. അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നേരത്തെ നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കൂടുതലുള്ളത്, ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പുണ്ടല്ലോ അത് ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇടികല്ലിൽ വെച്ചിട്ടൊന്ന് ഇടിച്ചെടുക്കാം. അതല്ലെങ്കിൽ മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു ഉണ്ണിമധുരം നമുക്ക് ഏത് പഴം വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. എന്നാൽ ഈ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കാരണം നമ്മൾ ഏത് പഴം എടുക്കുകയാണെങ്കിലും അത് വെന്ത് കഴിയുമ്പോഴേക്കും മധുരം കുറയും. വെന്ത് വരുമ്പോഴേക്കും മധുരം കൂടുന്ന ഒരേ ഒരു പഴം മാത്രമേ ഉള്ളൂ, അത് ഈ ഒരു നേന്ത്രപ്പഴമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ണിമധുരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേന്ത്രപ്പഴം തന്നെ എടുക്കുന്നത്. നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് കുഴച്ച് നോക്കുക. എന്നിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന പഴം വേറെ വേറെ ആണല്ലോ, മധുരത്തിന് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് കുഴച്ചതിന് ശേഷം ഒന്ന് മധുരം നോക്കുക. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എന്തായാലും 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം കൈകൊണ്ട് ഞെരടി കുഴച്ചെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് വറുത്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നെയ്യ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇത് പോരാട്ടോ, അതുകൊണ്ട് കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്. ഒന്നും കൂടെ നല്ലോണം ഞെരടി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചെറിയ ബോളാക്കിയിട്ടെടുക്കാം കേട്ടോ. ഒരുപാട് വലിപ്പമുള്ള ബോൾ വേണ്ട, കാരണം ഇത് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ചെറിയ നമ്മൾ അരിയുണ്ടയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു വലുപ്പത്തിൽ ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മളിത് ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിലേക്ക് ഒട്ടി പിടിക്കരുത്, ആ ഒരു ഭാഗത്തിന് വേണം കുഴച്ചെടുക്കാൻ. പഴത്തിൻ്റെയൊക്കെ നനവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഒന്ന് ബ്രെഡ് ക്രംസ് വീണ്ടും ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പം നനവൊക്കെ പാകത്തിനുണ്ട്, ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് ബ്രെഡ് ക്രംസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ നമ്മൾ 2 ബ്രെഡ് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്കൊന്ന് മുക്കിയിട്ട് എല്ലാ ഭാഗം ആവുന്ന രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതേ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് പൊടിച്ചിരിക്കുന്ന ബ്രെഡിലൊന്ന് മുക്കിയിട്ടെടുത്താൽ മതി. 2 പഴമൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 20 അല്ലെങ്കിൽ 22 ബോൾ വരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒന്നുമില്ല, ഇത് നമുക്കൊന്ന് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് പൊരിച്ച് കോരിയെടുത്താൽ മതി. എണ്ണേൻ്റെ ചൂട് മീഡിയം ആയിരിക്കണേ, ഒരുപാട് ചൂടുള്ള എണ്ണയിലേക്ക് ഇടരുത്. കാരണം പുറത്തുള്ള ബ്രെഡ് ക്രംസ് പെട്ടെന്നങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളിലേക്ക് വേവുമില്ല. അതുകൊണ്ട് മീഡിയം ചൂടിൽ ഇതൊന്ന് വറുത്തെടുക്കാം. നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണേൻ്റെ പതയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ നമുക്കിത് അതായത് ഒരു ചെറിയ ഗോൾഡൻ കളറൊക്കെ വരുന്ന സമയത്ത് ഇത് എണ്ണയിൽ കോരി മാറ്റാം. ഒരു അരിപ്പത്തവ വെച്ചിട്ട് കോരുക. എന്നിട്ടൊരു കിച്ചൺ ടിഷ്യൂലേക്ക് വെക്കാം, അതല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്ക് കോരി മാറ്റാം. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ബോളും വറുത്ത് കോരിയെടുക്കാം.
അപ്പോൾ ഈ ഒരു സ്നാക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ എണ്ണയിൽ പൊരിച്ചതൊന്നും കഴിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ബോളാക്കിയത് വറക്കാതെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് വരുന്നതിന് മുൻപേ തന്നെ കഴിക്കാവുന്നതുമാണ്. അപ്പോൾ ഇതുവരെ ഉണ്ണിമധുരം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് പിള്ളേർക്കൊക്കെ കൊടുക്കുക. അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.